ഉണ്ടായ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം അത് ചർച്ച ചെയ്താൽ പലതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ഇന്ന് രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും അസ്വാഭാവികത കരുതുന്നുണ്ടോ? അത് രാജേട്ടൻ നൽകിയൊരു മൊഴി. ഞാൻ അത് കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ട് എല്ലാവരോടും ഒരുമിച്ച് പ്രതികരിക്കുമ്പോൾ ആ കാര്യം സൂചിപ്പിക്കാം. ഇപ്പൊ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ പൂരം മാത്രമേ ഉള്ളൂ. അത് പോലീസായാലും കളക്ടറായാലും കമ്മീഷണറായാലും ദേവസ്വമായാലും MLA ആയാലും മന്ത്രി ആയാലും ഇവിടെ വരുന്ന പൂരപ്രേമിയാണെങ്കിലും ആ ഭഗവതി ശാസ്താവ് മുതൽ തത്ത കൊണ്ട് ചീട്ടടിപ്പിക്കുന്നവൻ വരെ ഇപ്പോൾ ഈ പൂരത്തിന്റെ ഭാഗമാണ്. ഈ പൂരം ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പൂരത്തിനെ ഒരു തരത്തിലും മങ്ങലേൽപ്പിക്കുന്ന ഒരു ചെറിയ കർമ്മേഘം പോലും തൃശ്ശൂരിന്റെ ആകാശത്ത് പൂരം കഴിയുന്നത് വരെ ഉണ്ടാകില്ല. അതത്ര കൃത്യമായി ഉപചാരം ചൊല്ലി 2 ഭഗവതിമാർ വടക്കുന്നാഥന്റെ മുമ്പിൽ അടുത്ത പൂരത്തിന്റെ ദിവസം പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം ഈ പൂരാണ്. ഉപചാരം ചൊല്ലി പിരിഞ്ഞാലോ എന്ന് ആശിക്കേണ്ട, അത് വന്നാൽ ഞങ്ങൾക്ക് അടുത്ത പൂരാണ്. പൂരം തന്നെയാണ് തൃശ്ശൂർക്കാരന്റെ. ഈ പൂരം എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്നവർ ആദ്യമായിട്ടാണ്, അവരുടെ ഒരു ആദ്യത്തെ പൂരാണ്. അപ്പൊ അവരെ എന്തെങ്കിലും ചോദിച്ചേ സംശയങ്ങളൊക്കെ ആദ്യത്തെ പൂരാണെങ്കിൽ അവർ കുറെ കാലം പൂരം കണ്ട പോലെയുള്ള എക്സ്പീരിയൻസ് ആയി. ഇപ്പൊ തന്നെ നമ്മൾ കളക്ടറോടും കമ്മീഷണറോടും കൂടി ചോദിച്ചു നോക്കാം. സാറേ, ഇതുവരെയായി നമ്മുടെ ഒരുക്കങ്ങളൊക്കെ, നിയന്ത്രണങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ കളക്ടർ മിനിസ്റ്റർ പറയുകയും ചെയ്തിരുന്നു. മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാം റിവേഴ്സ് ആയിട്ടാണ് ചിന്തിച്ചത്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് ഏത് റോഡാണ്. യെസ്, അഖിൽ, എന്തായാലും അവരോട് സംസാരിക്കുക. മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് വലിയ സർപ്രൈസുകളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് മന്ത്രി പറഞ്ഞില്ല. മന്ത്രിക്കും അതിൽ കുറച്ച് ആശയക്കുഴപ്പമുണ്ട്. എന്തായാലും അതൊക്കെ ആ സമയത്ത് കണ്ടറിയാനുള്ളത് ആണ് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തൃശ്ശൂർ പൂരം വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നെങ്കിലും ഇത്തവണ കുറ്റമറ്റ ഒരു പൂരം നടത്താനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുന്നു. ഇന്നിപ്പോൾ ചമയ പ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടൊക്കെ നടക്കുന്നു. സാമ്പിൾ വെടിക്കെട്ട് 7 മണിക്കാണ് നടക്കുന്നത്. പക്ഷേ അതിന് മുൻപ് ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തിയിരിക്കുന്നത് മന്ത്രി കെ രാജൻ തന്നെയാണ്. കാരണം